ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? നമ്മളിന്ന് ഷാർജ ഡെസേർട്ട് പാർക്കിലോട്ടാണ് കേട്ടോ പോണത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പട്ടി, പൂച്ച, കാക്ക എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ആകെ കാണുന്നത് പ്രാവും പിന്നെന്താ കുറച്ച് പൂച്ചകളും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജാനിക്കുട്ടീനെയും കൊണ്ട് പാർക്കിലൊക്കെ പോയിട്ട് വരാമെന്ന്. ഞാനൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഗൈസ്. എന്നെ കണ്ടപ്പോഴേക്കും വ്ളോഗ് എന്നുള്ള രീതിയിൽ ചേട്ടൻ അപ്പം തന്നെ മുഖമൊക്കെ തിരിച്ചു. അങ്ങനെ നമ്മൾ പോണ വഴിയാണ്ടതൊക്കെ. അങ്ങനെ നമ്മളിതേ നമ്മുടെ പട്ടിഷയൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ ഇരിക്കാണ്ടോ. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഡെസേർട്ട് പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 20 ദിർഹംസൊക്കെയാണ് കേട്ടോ വരുന്നത്. നമ്മളങ്ങനെ ചിൽഡ്രൻസ് ഫാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കാം. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിറച്ചും കിളികളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കണ്ടത്. നമ്മൾ നിന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മയിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും പണ്ട് ഇങ്ങനെ ഒരു മയിൽ എല്ലാ ദിവസവും വരുമായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നുണ പറയാമെന്നല്ലേ. കണ്ടോ, നാട്ടിലെ എൻ്റെ വീടാണ് കേട്ടത്. എല്ലാ ദിവസവും ഇതുപോലെ മയിൽ വരുമായിരുന്നു. ദിവസവും മയില. ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ പീലി വിടർത്തിയിട്ട് ഇങ്ങനെ എന്താ പറയുക കളിക്കും. നല്ല രസമൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒട്ടകത്തിനെയൊക്കെ കണ്ടു. ദുബായി വന്നിട്ട് ഇങ്ങനെ ഒട്ടകത്തിനെ കാണുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടോ. ഇതുപോലെ കുറേ പുല്ലുകൾ അവിടെ ഇങ്ങനെ കെട്ടി കാട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തിട്ട് അവിടെയുള്ള ആടുകൾക്കും മറ്റു മൃഗങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ചൊക്കെ എടുത്ത് ആട്ടുംകുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇവറ്റങ്ങൾ 3 കൂടി അവിടെയുള്ള എല്ലാ പുല്ലും വാരിക്കോരി അവറ്റങ്ങൾക്ക് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തത് പോണത് ഷാർജ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയ സ്പേസ് ആണ്. ഒരു പാർക്ക് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് പോയത്. ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഇത് ശരിക്കും ഒറിജിനൽ മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യേ. കുട്ടി സംഘം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കിയൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യെ അകത്തേക്ക് കയറിയുള്ളേ. എന്താണെന്നറിയില്ല, എവിടെ ചെന്നാലും എന്നെപ്പറ്റി നല്ലത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ എൻ്റെ കളിയാക്കൽ എന്നെ പറ്റിയുള്ള കളിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയിലായിരുന്നേ. എനിക്ക് മാത്രം കിട്ടിയില്ല.
ഈ മൃഗങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ജാനിക്കുട്ടി ശരിക്കും അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം. കാരണം പുള്ളിക്കാരി കാർട്ടൂണിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ ഓരോ ഫോട്ടോസും ഒക്കെ കാണുന്നത്. പിന്നെ ഇതിനകത്ത് കണ്ടോ കുറേ ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്. ഇവിടെയുള്ള എല്ലാം തന്നെ ഒരേ സെക്ഷൻസ് ആയിട്ടാണ് ഇവർ തിരിച്ചേക്കണത്. ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഡൈനോസേഴ്സിനെ കുറിച്ച് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരും കൊണ്ട് ടീച്ചേഴ്സൊക്കെ ഇതുപോലെ വരാറുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ അടുത്തത് കയറിയത് നിറച്ച് ഫിഷസ് ഉള്ള ഒരു സ്പേസിലേക്കായിരുന്നു. പല ടൈപ്പിലുള്ള ഫിഷസും അതിൻ്റെ മോഡൽസും പെയിൻറ്റിങ്സും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലെ വരിയായിട്ടാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും ഇതുപോലെ കുറേ ഫിഷസിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലാൻ ലൈഫ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിറച്ചും ഫുൾ പച്ചപ്പായിരുന്നു, മരങ്ങളും ചെടികളും ഒക്കെ. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് വന്നതിൽ നല്ല ഇഷ്ടമായ ഒരു സ്പേസും കൂടിയാണത്. പച്ചപ്പ് പിന്നെ എവിടെ കണ്ടാലും നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ഇതുപോലെ രണ്ട് സൈഡിലായിട്ടും സ്റ്റെപ്പും വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ കണ്ടോ സെൻട്രൽ ലിഫ്റ്റും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റിൽ കയറാം. അങ്ങനെ ഞാനിത് കണ്ടപ്പോഴേക്കും സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ച് കയറി. എന്നെ കണ്ടപ്പോഴേക്കും ബാക്കി രണ്ടെണ്ണം കൂടി എൻ്റെ പിന്നിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കണോണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇത് നമ്മുടെ സാഫ്രോണിൻ്റെ ചെടിയാണ് കേട്ടോ. പൂവൊന്നും കണ്ടില്ല, ജസ്റ്റ് വളരുന്നതേ ഉള്ളൂ തോന്നുന്നു, അറിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇഞ്ചി ഉണ്ടായിരുന്നു, കാട്ടിഞ്ചി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി, കാരണം നേരെ അത്യാവശ്യം വൈകിയിരുന്നു. നമുക്ക് വേറൊരു സ്ഥലം കൂടി കാണാനുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു സ്പേസ് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. കാരണം എനിക്കിങ്ങനെ കുറേ സ്പേസൊക്കെ കാണും, പ്രാന്തൊക്കെ കണ്ട പൂക്കളൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും കുറച്ച് നേരം. അങ്ങനെയൊക്കെ നിന്ന് അത്യാവശ്യം നേരം പോയിട്ട് നമ്മൾ അറിഞ്ഞില്ല സമയം പോയത്. ജാനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളിനി അടുത്തത് പോണതാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ സെക്ഷൻ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെന്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കുറേ മൃഗങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ കത്തിക്കൊക്കെ കയറിയപ്പോഴേക്കും ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് 2 എണ്ണം കൂടി ഓടി. അതേ ഒരു അറബി പൂപ്പൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടവിടെ നിന്നുള്ളൂ, വാങ്ങിച്ചൊന്നും കൊടുത്തില്ല കേട്ടോ രണ്ടുപേർക്കും. കാരണം അതിന് മുമ്പ് അവർ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ സാധനം? ഫ്രൂട്ടി. പിന്നെ ഫ്രൂട്ടി വേണം. അതെന്താ? കൊക്കക്കോള കുടിക്കണ പോലെ അത്. ഓക്കെ. പിന്നെ അത് വേണ്ട ജാനിക്ക് എന്താ വേണ്ടേ? ഇവിടെ കയറാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഗൈസ്, അതടച്ചു. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇതിനൊരു സമയവും കാലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, സമയമൊക്കെ നോക്കി വരണം. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ദിവസം വരുന്നതായിരിക്കും. കാരണം ഇതിലാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ള സംഭവങ്ങളുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞപ്പോഴേക്കും എന്തോ കാര്യത്തിന് വേണ്ടി ജാനിക്കുട്ടി അടങ്ങിട്ടാ. ജാനിക്കുട്ടിക്ക് ഈ ഒരു സ്വഭാവമൊക്കെ എൻ്റെ പണ്ടത്തെ സ്വഭാവമാണ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അമ്മ അച്ഛനും പറയണേക്കെ. ഞാൻ നിലത്തൊക്കെ കിടന്ന് ഉരുളും മറയും, അവസാനം അവിടെ നിന്ന് ഒരു അടിയൊക്കെ തന്നിട്ട് എന്നെ എടുക്കാറ്. ആ ഒരു സ്വഭാവം അങ്ങനെ തന്നെ എൻ്റെ കൊച്ചിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ കരച്ചിലും വീഴ്ചയിലൊക്കെ കഴിഞ്ഞ് അവൾ ഉറങ്ങി. നമുക്ക് പിന്നെ വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് ഒരു ബർഗറൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ വെച്ച് കഴിച്ചതേ പയ്യെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തി. എന്തായാലും അറേബ്യാസ് വൈൽഡ് ലൈഫ് സെന്റർ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി എന്തായാലും ഷാർജയ്ക്ക് പോണതായിരിക്കും കേട്ടോ. പിന്നെന്താ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.